നെറ്റ്ഫ്ലിക്സിൽ 2022 റിലീസ് ചെയ്ത ദ വാച്ചർ എന്ന സീരീസ് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഒരു കുടുംബം അവരുടെ സ്വപ്നഭവനം സ്വന്തമാക്കുന്നതും അതിനെ തുടർന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് അതിൻ്റെ ഇതിവൃത്തം. റീവ്സ് വൈഡ്മാൻ ന്യൂയോർക്ക് മാസികയായ ദ കട്ടിനു വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് റയാൻ മുർഫി ദ വാച്ചർ എന്ന സീരീസ് നിർമ്മിച്ചത്. എന്നാൽ റീവ്സ് വൈഡ്മാൻ ഈ ലേഖനം രചിച്ചത് ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണെന്നത് നിങ്ങൾക്കറിയാമോ? വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. 2014 ജൂൺ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ വെസ്റ്റ്ഫീൽഡിൽ താൻ പുതുതായി വാങ്ങിയ വീടിന്റെ അവസാനഘട്ട അറ്റകുറ്റപ്പണികൾക്കിടയിലായിരുന്നു അന്ന് ഡെറിക് ബ്രുവാഡസ്. ഒരുപാട് വർഷത്തെ പരിശ്രമത്തിന് ശേഷമാണ് തന്റെ സ്വപ്നഭവനം സ്വന്തമാക്കാൻ ഡെറക്കിന് കഴിഞ്ഞത്. അതുമാത്രമല്ല, ആ വീടിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഡെറക്കിന്റെ ഭാര്യ മരിയ ജനിച്ചു വളർന്നത് ഈ സ്ഥലത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവിടേക്ക് തിരിച്ചെത്തുന്നതിൽ മരിയയ്ക്കും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഒരു 6 ബെഡ്റൂമുള്ള വലിയൊരു വീട് തന്നെയായിരുന്നു അത്. അങ്ങനെ അറ്റകുറ്റപ്പണികൾ ഏകദേശം കഴിയാറായി. ഡെറക് പതിയെ പുറത്തു വന്ന് വീടിന്റെ മെയിൽ ബോക്സ് ഒന്ന് പരതി. അതിൽ കുറച്ച് ബില്ലുകളും ഒരു കാർഡിന്റെ ഷേപ്പിലുള്ള വെള്ള നിറത്തിലുള്ള ഒരു എൻവലപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡെറക് അത് പൊട്ടിച്ചു, വായിക്കാൻ തുടങ്ങി. പുതിയ ഉടമസ്ഥന് എന്ന് എൻവലപ്പിന്റെ പുറത്ത് എഴുതിയിരുന്നു. ഡെറക് അത് പൊട്ടിച്ചു. അതിനുള്ളിൽ ടൈപ്പ് ചെയ്ത ഒരു നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 657 ബുലേവാർഡിലെ പുതിയ താമസക്കാരന് നിങ്ങളെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതായിരുന്നു കത്തിന് തുടക്കം. ഇത് വായിച്ചപ്പോൾ ഡെറക്കിന് കത്ത് വളരെ ഹൃദ്യമായി തോന്നി. തന്നെ ആരോ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ വായിച്ചു വന്നപ്പോൾ കഥ മാറി. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഈ വീട് അതിൻ്റെ ശക്തികൾ ഉപയോഗിച്ച് നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചതാണോ? കത്ത് തുടർന്നു. 657 ബുലേവാർഡ് എന്ന ഈ വീട് പതിറ്റാണ്ടുകളായി എൻ്റെ കുടുംബത്തിൻ്റെതാണ്. അതിപ്പോൾ തൻ്റെ 110ാം പിറന്നാളിനോടടുക്കുന്നു. ഈ വീടിപ്പോൾ നിരീക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയാണ്. 1920കളിൽ എൻ്റെ മുത്തച്ഛനും 1960കളിൽ എൻ്റെ അച്ഛനുമാണ് ഈ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ ജോലിയാണ്. 657 ബുലേവാർഡിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഭിത്തികൾക്കുള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ കണ്ടെത്തിക്കോളാം. പിന്നീട് ഈ കത്തിൽ അങ്ങോട്ട് ഡെറിക്കിനെ അസ്വസ്ഥമാക്കിയ വിവരണങ്ങളായിരുന്നു. അവരുടെ ഹോണ്ട മിനിവാനിനെ കുറിച്ചും അവിടെ എത്തിയ ജോലിക്കാരെക്കുറിച്ചുമുള്ള വിവരണങ്ങളെല്ലാം തന്നെ ഈ കത്തിലുണ്ടായിരുന്നു. ഡെറിക് തുടർന്ന് വായിച്ചു. ആ വീടിന്റെ സന്തോഷം നിങ്ങൾ തകർക്കാൻ നോക്കരുത്. ഈ കത്ത് കിട്ടുന്നതിന് 3 ദിവസം മുൻപ് ഡെറിക്കും കുടുംബവും അയൽവീടുകളിലൊക്കെ ചെറിയൊരു സന്ദർശനം നടത്തിയിരുന്നു. അത് ഈ കത്തെഴുതിയാൽ കണ്ടിട്ടുണ്ടാവണം. കാരണം അന്ന് അവരുടെ കുട്ടികളുമൊത്താണ് ഡെറിക് അവിടെയൊക്കെ എത്തിയിരുന്നത്. കത്ത് തുടർന്നു. നിങ്ങൾക്ക് കുട്ടികളുണ്ടല്ലേ? എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. നിങ്ങൾക്ക് ഈ വീട്ടിൽ കുട്ടികളുടെ രക്തം വീഴ്ത്തണമെന്നുണ്ടോ? നിങ്ങൾ താമസിച്ചിരുന്ന വീട് വളരെ ചെറുതായിരുന്നോ? അതോ നിങ്ങളുടെ അത്യാഗ്രഹമാണോ നിങ്ങളെ എന്നിലേക്ക് എത്തിച്ചത്? അവരുടെ പേരുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അവരെ എൻ്റെ അടുത്തേക്ക് വിളിക്കും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ കൗതുകം തോന്നുന്നുണ്ടാവാം. ഈ വീടിന് മുന്നിലൂടെ 100 കണക്കിന് കാറുകൾ പോകുന്നുണ്ട്. അതിലൊന്നിൽ ഞാനുണ്ടാകാം. നിങ്ങൾ ഈ വീടിൻ്റെ ജനാലകൾ ഓരോന്നും തുറന്ന് പുറത്തേക്ക് നോക്കുക. അപ്പോൾ അതിന് മുന്നിൽ കൂടി നടന്നു പോകുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരാൾ ഞാനാകാം. ആ കത്ത് അവസാനിച്ചത് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് സൂചന നൽകിക്കൊണ്ടാണ്. വെൽക്കം മൈ ഫ്രണ്ട്സ്, വെൽക്കം. ലെറ്റ് ദ പാർട്ടി ബിഗിൻ. ആ കത്തിന്റെ അവസാനം കഴ്സി ഫോണ്ടിൽ ദ വാച്ചർ എന്ന് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെറിക് ഈ കത്തിന്റെ ഫ്രം അഡ്രസ് നോക്കി. എന്നാൽ ആ ഭാഗം ബ്ലാങ്ക് ആയിരുന്നു. സമയം ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ട്. ഡെറിക് പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറി ലൈറ്റുകളെല്ലാം അണച്ചു. അതായത് ഒരാൾക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അകത്ത് ആരൊക്കെയുണ്ട്, അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണരുത് എന്നതായിരുന്നു ഡെറിക്കിന്റെ ലക്ഷ്യം. എന്നിട്ട് ഡെറിക് പെട്ടെന്ന് പോലീസിന് ഫോൺ ചെയ്തു. അങ്ങനെ വെസ്റ്റ്ഫീൽഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസുകാർ എത്തി. പോലീസുകാർക്കാവട്ടെ ഈ കത്ത് കണ്ടിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഡെറിക്കിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പണിയായിരിക്കാം ഇത്. എന്നാൽ ഡെറിക്കിന് അങ്ങനെ പറയത്തക്ക ശത്രുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസ് പോയതിനു ശേഷം വീട് പൂട്ടി ഡെറിക് തന്റെ പഴയ വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും അടുത്തെത്തി. അവർ ഈ വീട് വാങ്ങിയത് ജോൺ ആൻഡ്രിയ വുഡ്സ് ദമ്പതികളിൽ നിന്നായിരുന്നു. അന്ന് രാത്രി തന്നെ ഡെറിക്കും മരിയയും അവർക്കൊരു മെയിൽ അയച്ചു. അവർക്ക് ദ വാച്ചർ ആരാണെന്നതിൽ എന്തെങ്കിലും സൂചന നൽകാനാവുമെന്ന് ഡെറിക്കും മരിയയും പ്രതീക്ഷിച്ചു. അതല്ലാതെ തന്നെ കത്തിൽ മറ്റൊരു പരാമർശം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് യുവരക്തം വേണമെന്ന് ഞാൻ വുഡ്സിനോട് ആവശ്യപ്പെട്ടു. അവർ അത് കേട്ടുവെന്ന് തോന്നുന്നു. ഇതായിരുന്നു ആ കത്തിലെ പരാമർശം. ഈ കാര്യവും അവർ ആ ഇമെയിലിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആൻഡ്രിയ ആ ഇമെയിലിന് മറുപടി നൽകി. അവർ വീടൊഴിയുന്നതിന് കുറച്ച് ദിവസം മുൻപ് ദ വാച്ചർ എന്ന പേരിൽ അവർക്കും ഒരു കത്ത് കിട്ടിയിരുന്നതായി അവർ പറഞ്ഞു. ആ കത്തിൽ കാലാകാലങ്ങളായി അയാളുടെ കുടുംബം ഈ വീടിന് കാവലിരിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
എന്നാൽ കഴിഞ്ഞ 23 വർഷമായി ആ വീട്ടിൽ താമസിച്ചിട്ടും ആരെങ്കിലും തങ്ങളെ നിരീക്ഷിക്കുന്നതായെന്നും ആൻഡ്രിയയ്ക്കോ ജോണിനോ തോന്നിയിരുന്നില്ല. അതുകൊണ്ട് അവർ പ്രാധാന്യമൊന്നും നൽകാതെ ആ കത്ത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഈ കാര്യം ആൻഡ്രിയ ഡെറിക്കിനെയും മരിയയെയും അറിയിച്ചു. എന്നിരുന്നാലും രണ്ടു കുടുംബവും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തി. എന്നാൽ അവരോട് ഈ കത്തിന്റെ കാര്യമൊന്നും ഒരു കാരണവശാലും അയൽക്കാർ അറിയരുതെന്ന് പോലീസ് പ്രത്യേകം നിർദ്ദേശിച്ചു. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അയൽക്കാരെ സംശയിക്കും. 2 ആഴ്ചയ്ക്ക് ശേഷം അവർക്ക് ദ വാച്ചറിൽ നിന്നും രണ്ടാമത്തെ കത്തും കിട്ടി. അപ്പോഴും ഡെറിക്കും കുടുംബവും അങ്ങോട്ട് താമസം മാറ്റിയിരുന്നില്ല. ആ കത്തിൽ ഡെറിക്കിന്റെ കുടുംബത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടികളുടെ വിളിപ്പേരുകളും ആരാണ് മൂത്തത്, ആരാണ് ഇളയത് തുടങ്ങിയ വിവരങ്ങളുമെല്ലാം ആ കത്തിൽ അയാൾ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇത് കണ്ട് അവർക്ക് കൂടുതൽ പേടിയായി. കുട്ടികളെല്ലാവരും മുകളിലായിരിക്കുമോ കിടക്കുന്നത്? അതോ നിങ്ങളെല്ലാവരും ഒന്നിച്ച് 2ാം നിലയിലാണോ കിടക്കുന്നത്? സ്ട്രീറ്റിന് അഭിമുഖമായുള്ള മുറികൾ ആർക്കാണ്? നിങ്ങൾ താമസം തുടങ്ങിയാൽ ഉടൻ തന്നെ അതെല്ലാം ഞാൻ അറിയും. അതിനനുസരിച്ച് എനിക്ക് കുറച്ച് പദ്ധതികൾ തയ്യാറാക്കാനുണ്ട്. ഇതൊക്കെയായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. അതോടെ അവർ ആ വീട്ടിലേക്ക് താമസം മാറാനുള്ള തീരുമാനം താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു. കുറച്ചാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു കത്ത് വന്നു. നിങ്ങൾ എവിടേക്കാണ് പോയത്? 657 ബുലേവാർഡ് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇത്രയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അജ്ഞാതനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പാതി വഴിയിൽ നിലച്ചു. ഡെറിക് ബ്രുവാഡസും വാച്ചറിനെ കണ്ടെത്താനായി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. 2014 അവസാനത്തോടെ കേസ് അന്വേഷണം നിലച്ചു. അങ്ങനെ ആ കത്തുകൾ കിട്ടി 6 മാസത്തിന് ശേഷം അവർ ആ വീട് വിൽക്കുവാൻ തീരുമാനിച്ചു. അധികം താമസിക്കാതെ തന്നെ അവർ ആ വീട് വിൽക്കുകയും ചെയ്തു. ബ്രുവാഡസ് കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് ആ വീട് വാങ്ങിയത് ആൻഡ്രൂ അലിസൺ കാർ ദമ്പതികളാണ്. അവർ ആ വീട് വാങ്ങിയതിനു ശേഷം ഇതുവരെ ദ വാച്ചർ എന്ന പേരിൽ കത്തുകളോ മറ്റോ അവർക്ക് കിട്ടിയിട്ടില്ല. ആരായിരുന്നിരിക്കും ആ വാച്ചർ? അയൽക്കാരെങ്കിലും ആയിരിക്കുമോ? അതോ ഡെറിക്ക് അറിയാത്ത ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ദ വാച്ചർ ആരാണെന്നത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിതുപോലെ കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കഥയുമായി കാണാം. താങ്ക് യു.